എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കേരളീയരുടെ വളരെ പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് തേങ്ങ എന്നുള്ളത് അല്ലേ. പൂജാ കാര്യങ്ങളാണെങ്കിലും ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും തേങ്ങ ഇല്ലാത്തൊരു ഭക്ഷണം നമ്മൾ വളരെ കുറവാണല്ലേ. അപ്പോൾ പ്രമേഹമുള്ളവർ എപ്പോഴും ചോദിക്കുന്നതാണ്, ഡോക്ടറെ തേങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് ഷുഗർ കൂടുമെന്നുള്ളത്. നമുക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് നോക്കാം. അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ തേങ്ങയിൽ നമുക്ക് ഷുഗർ കണ്ടൻറ്റ് കുറവാണ്. ഒരു 100 ഗ്രാമുള്ള ഫ്രഷ് തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 15 ഗ്രാം വരെയാണ് ഷുഗർ തുല്യതയുള്ള കാർബോഹൈഡ്രേറ്റ്. പക്ഷേ 10 ഗ്രാം വരെയുള്ള ഡയറ്ററി ഫൈബറും ഉണ്ട്. പിന്നെ ഉള്ളത് ഫാറ്റും കുറച്ച് ലോഹങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്ന ഒരു വസ്തു തന്നെയാണ് തേങ്ങ എന്നുള്ളത്. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന മാതിരി അരി ആഹാരങ്ങളുടെ ഗോതമ്പാഹാരങ്ങൾ അല്ലെങ്കിൽ മൈദ അതുപോലെ മിക്സായിട്ട് അതിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഷുഗർ കാര്യമായിട്ട് വർധന വരുന്നത്. അപ്പോൾ പ്രമേഹമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തേങ്ങ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഒരു ദിവസം ഒരു 15 തൊട്ട് 30 ഗ്രാം വരെയുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ അതിൽ ഷുഗർ കണ്ടന്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു 10 ഗ്രാം വരെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത് തേങ്ങാ പാലാണ്. അപ്പോൾ തേങ്ങാ പാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഷുഗർ കണ്ടന്റ് വളരെ കുറവാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലിനകത്ത് എല്ലാവരും പറഞ്ഞല്ലോ, കുക്കുമാർ അല്ലെങ്കിൽ ഷെഫുമാർ എപ്പോഴും അതിനകത്ത് പഞ്ചസാര ഇടിയും അല്ലെങ്കിൽ ശർക്കര ഇടും. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞുള്ള ആപ്പം, പുട്ട്, ഇടിയാപ്പം ഇതിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അരിയാഹാരങ്ങളായതുകൊണ്ട് അതുകൊണ്ടാണ് ഗണ്യമായിട്ടുള്ള ഷുഗർ വർധന അവിടെ വരുന്നത്. അപ്പോൾ പ്രമേഹമുള്ളവർ തീർച്ചയായിട്ടും തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാം. അളവ് മാത്രം ശ്രദ്ധിക്കുക. തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു 15 തൊട്ട് 30 ഗ്രാം വരെയും, തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ഒരു 60 തൊട്ട് 100 ml വരെ ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ഇഷ്ടപ്പെടുന്ന കേരളീയർക്ക് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്തും കൊടുക്കുക. എത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.